സംവിധായകൻ രാജസേനൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. രാജസേനൻ, നമ്മൾ ഓരോ കലാരംഗത്തുള്ളവരോട് നമ്മൾ ചോദിക്കുമ്പോൾ പെരുമ്പടം ശ്രീധരൻ സാറിനെ പോലെയുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, സാധാരണ അദ്ദേഹമൊന്നും പുറത്തിപ്പോൾ സമീപകാലത്ത് പുറത്ത് പരിപാടിക്ക് പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞത് എൻ്റെ സഹപ്രവർത്തകരെ കാണാൻ, സൗഹൃദം പങ്കിടാൻ ഒരു അവസരം ലഭിച്ചു എന്നതാണ്. എല്ലാ മേഖലയിലുള്ളവരും ഈ പ്രഭാത യുഗത്തിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങേ ക്ഷണിച്ചപ്പോൾ എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും ഞാനിവിടെ നോക്കുകയായിരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖരായ എല്ലാവരും ഉണ്ട്. അവിടെ രാഷ്ട്രീയപരമായിട്ടോ ചിന്താപരമായിട്ടോ വ്യത്യാസമില്ലാതെ ഈ നവകേരള സദസ്സെന്ന പരിപാടിയുടെ ഒരു സമാപന ദിവസങ്ങളിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആശയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും നമ്മുടെ നാട്ടിലേക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് നഗരത്തിലേക്ക് വേണ്ടുന്ന ആവശ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും മനസ്സ് പങ്കിടാനും ഒക്കെ ഇത്രയും മനോഹരമായൊരു അവസരം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും LDF ഗവൺമെൻറ്റിൻ്റെ യാത്ര വളരെ വിജയപ്രദമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഒരു പുതുമയുള്ളൊരു ഭരണ സമ്പ്രദായം തന്നെ ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളീയമായാലും നവകേരള സദസ്സായാലും ഒക്കെ പുതിയൊരു കോൺസെപ്റ്റാണ്. ഇതിനു മുമ്പ് ആരും ഇങ്ങനെ ഒരു അപ്രോച്ച് നടത്തിയിട്ടില്ല. അതിൻ്റെ ഒരു ഗുണം തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രമുഖരായ ഒരുപാട് വ്യക്തികളെ നമുക്കിവിടെ കാണാം. അവരെല്ലാം ഈ സർക്കാരിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാനും മനസ്സ് പങ്കിടാനും ഒക്കെ വന്നവരാണ്. തീർച്ചയായിട്ടും അത്യപൂർവമായൊരു കാഴ്ചയാണ് ഞാനും ഇവിടെ കാണുന്നത്.